ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണല്ലോ, അങ്ങനെ ഇങ്ങനത്തെ ഒരു ദൈവം ഒരു ഫണ്ണായിട്ടുള്ള സബ്ജക്റ്റ് വരാറുണ്ടല്ലോ, അങ്ങനെ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. പറയാമോ? സൂപ്പറായിരുന്നോ? ആ, താങ്ക് യു. ക്ലൈമാക്സ് ഭയങ്കര ഇമോഷണലായിരുന്നു. എല്ലാവർക്കും സിനിമാക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നും. അതായത് നമ്മൾ കണ്ടും കേട്ടും വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി, അതെയോ? വളരെ നന്നായിട്ട് ഇമോഷണലി നല്ല കണക്റ്റ് ആവുണ്ടാവും. എല്ലാം കണക്റ്റ് ആവുന്നുണ്ട്. ഇമോഷണലി, എൻ്റർടൈൻമെൻറ്റ് വൈസ് എല്ലാം നല്ല. ഓക്കെ, താങ്ക് യു. ആണോ? ഓ, ഇപ്പം സ്കൂൾ തുറന്നുകൊണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. കണ്ടിറങ്ങാൻ പറ്റിയൊരു മൂവി. ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഡയറക്ഷൻ സൈഡ് അടിപൊളിയായിട്ടുണ്ട്. വിഷ്വൽസൊക്കെ നല്ല രസമുണ്ട്. തൊഴിലൊക്കെ അറിവുകൊണ്ടിരിക്കും. കുറേ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓൾടുഗദർ നല്ല മൂവിയാണ്. നല്ലൊരു നമുക്ക് എല്ലാ തരം വ്യൂവേഴ്സിനും കാണാൻ പറ്റും മൂവി. നത്തിങ് ലൈക്ക് ഒരു ഫാമിലി മൂവി മാത്രം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് മൂവി. ഫാന്റസി മൂവി ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് കംപ്ലീറ്റ്ലി ഫാന്റസി ആയിട്ട് തോന്നിയില്ല. വേറെ റിയൽ ലൈഫ് ഇൻസിഡൻസ്, അതിൽ കുറച്ച് ഫാന്റസി, കുറച്ച് ഫിക്റ്റീഷ്യസ് ആണ്, കുറച്ച് ഫിക്ഷൻ ഉണ്ട്. എല്ലാം കൊണ്ട് രസകരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ചെറിയ രീതിയിൽ നല്ല ക്യൂട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ മൂവിയാണ്, ഒരു ഫാൻറ്റസി എലമെൻറ്റുള്ള സിമ്പിൾ മൂവി. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷനൊക്കെ എന്താ പറയുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സംഭവം. ഒരു നല്ലൊരു ക്യൂട്ട് മൂവിയാണ് ഈ ഫീൽ ചെയ്തത്. സൈജു കുറുപ്പ് ആൻഡ് സണ്ണി നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫാൻറ്റസിയാണ്, റിയൽ ലൈഫായിട്ട് ജസ്റ്റ് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യൻ ജയിക്കുള്ളത് ഒരു സിനിമാക്കാരുടെ കഥ. ക്യൂട്ടാണ്. താങ്ക് യു. താങ്ക് യു.